നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും സെപ്റ്റംബർ 29 വേൾഡ് ഹേർട്ട് ഡേ, ലോക ഹൃദയ ദിനം ആചരിക്കുന്ന ഈ ദിവസം സംസാരിക്കുന്നത് ഈ പ്രത്യേക മെസ്സേജ് അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം, ചികിത്സയല്ല. ലീഗൽ വാണിംഗ്. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ, ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ, ന്യൂറോ സയൻറ്റിസ്റ്റ്. ആദ്യമായി ഈ സെപ്റ്റംബർ 29 പ്രാധാന്യം, അഥവാ ഈ ഹൃദയ ദിനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഓരോ മിനിറ്റിലും ഒന്നോ രണ്ടോ വ്യക്തി ഭാരതത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഓരോ 5 മിനിറ്റിലും ഒന്നോ രണ്ടോ പേർ കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദ്രോഗം മൂലം മരണപ്പെടുന്നു. കാർഡിയോളജിസ്റ്റുകൾ വട്ടം തിരിഞ്ഞ് നട്ടം തിരിയുന്നു. ഹൃദ്രോഗത്തിൻ്റെ മൂലകാരണങ്ങൾ കണ്ടുപിടിക്കാൻ പോയപ്പോൾ പല കാർഡിയോളജിസ്റ്റുകളും കണ്ടുപിടിച്ചത് പുകവലിയാണ്, മദ്യപാനമാണ്, കൊഴുപ്പിൻ്റെ അമിത ഉപയോഗമാണ്, വൈകിയുള്ള ഭക്ഷണമാണ്. ഇങ്ങനെ പോകുന്നു. പക്ഷേ വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞ ചില ശാസ്ത്രജ്ഞർ തിരിച്ചറിയുന്നതും ക്ലിനിക്കൽ ഡോക്ടർമാർ തിരിച്ചറിയുന്നതും റിസർച്ച് ഡോക്ടർമാർ തിരിച്ചറിയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഞങ്ങൾ റിസർച്ച് സയൻറ്റിസ്റ്റുകളാണ്. ഓരോ വ്യക്തിയിലും ഞങ്ങൾ ഗവേഷണം നടത്തുന്നു, അവരറിയാതെ. ഓരോ ജീവജാലങ്ങളിലും ഞങ്ങൾ ഗവേഷണം നടത്തുന്നു, അവരറിയാതെ. നിരന്തരമായി പ്രകൃതിയെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഗവേഷണം നടത്തുന്നു, പ്രകൃതി അറിയാതെ. ഇത് ഗവേഷകരുടെ മാത്രം കൈമുതലാണ്. ആ നിലയ്ക്ക് ചില രഹസ്യങ്ങൾ ഇനിയും നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കൾ, അയൽവാസികൾ പലരും പ്രായമാകുന്നതിന് മുമ്പേ ഹൃദ്രോഗമോ ഹാർട്ട് ഫെയിലിയറോ കുഴഞ്ഞു വീണോ മരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ കരുതും ദൈവം കൊണ്ടുപോയി എന്ന്, അല്ലെങ്കിൽ ചെയ്ത കുറ്റത്തിൻ്റെ വിധിയാണെന്ന്, അല്ലെങ്കിൽ മുജ്ജമ്മ പാപമാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കരുതും ഇത്രയ്ക്ക് എൻ്റെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ആയുസുള്ളൂ, അത് ദൈവം അത്രയേ തന്നിട്ടുള്ളൂ എന്ന്. എന്നാൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ഹൃദ്രോഗത്തിനും കുഴഞ്ഞു വീഴുന്നതിനും ഹാർട്ട് ഫെയിലിയറിനൊന്നും ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല. ആത്മീയത തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഞങ്ങളുടെ ഗവേഷണം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും. ആ നിലയ്ക്ക് ഇനി ആരും കുഴഞ്ഞു വീണ് ഹൃദ്രോഗം പിടിച്ച് മരിക്കാതിരിക്കാൻ ഞങ്ങൾ നടത്തിയ ഗവേഷണം എത്തിയത് ആദ്യമായി മനുഷ്യ ഹൃദയത്തിന് 45 നാനോഗ്രാം വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഭാരതത്തിൽ 70% പേർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വൈറ്റമിൻ ഡി 20-ൽ താഴെയാണ്. ഈ 45 നാനോഗ്രാം വിറ്റാമിൻ ഡി ഇല്ല എങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം തൃപ്തികരമാവില്ല. ഹൃദയത്തിൻ്റെ പ്രവർത്തനം സ്വാഭാവികമായും സിസ്റ്റോളിക് ഡയസ്റ്റോളിക് ഫംഗ്ഷൻ കുറയും. പെരികാർഡിയത്തിനുള്ള ഹൃദയപേശികൾക്ക് ആരോഗ്യം കുറയും. രക്തചംക്രമണം കുറയും. രക്തം കട്ടയാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഒരു ഇൻട്രോസ്പെക്ഷൻ അഥവാ തിരിച്ചറിവിലേക്ക് ഹൃദ്രോഗികളും ഭാരതത്തിലെ ജനതകളും പ്രത്യേകിച്ച് മലയാളികൾ വന്നില്ല എങ്കിൽ, ഇപ്പോഴും നിങ്ങൾ ഈ സ്യൂഡോ അല്ലെങ്കിൽ വ്യാജ വൈദ്യന്മാരുടെയും ഡോക്ടർമാരുടെയും പിന്നാലെ കൂടിയാൽ, അവർ തരുന്ന മരുന്നും കഴിച്ചിരുന്നാൽ ഹൃദ്രോഗത്തിനും ഹാർട്ട് ഫെയിലിയറിനും അതൊരു സൊല്യൂഷൻ ആവില്ല. ആദ്യമായി നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റെങ്കിലും 60% നഗ്നമായി 9 to 2 മണിക്കുള്ളിൽ സൂര്യപ്രകാശം കൊള്ളണം. വൈറ്റമിൻ D2 മഷ്റൂമിലേക്ക് ഇട്ടു. D3 95% സൂര്യപ്രകാശത്തു നിന്നും 5% കടൽ മത്സ്യത്തിൽ നിന്ന് ലഭിക്കും. ഒപ്പം കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഇത് രണ്ടും അബ്സോർബ് ചെയ്യണമെങ്കിൽ മാഗ്നീഷ്യം എന്ന മൂലകം വേണം. മാഗ്നീഷ്യം ബദാം പരിപ്പിലും കശുവണ്ടി പരിപ്പിലും കൊക്കോ പൗഡറിലും പച്ചപ്പുല്ല് തിന്നുന്ന പശുവിൻ്റെ പാലിലും ധാരാളമുണ്ട്. മാഗ്നീഷ്യം ഇല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡിയും കാൽസ്യവും അബ്സോർബ് ചെയ്യാൻ മിക്ക പേർക്കും ശരീരത്തിന് പ്രയാസമായിരിക്കും. ഒപ്പം സിങ്കിനും പ്രാധാന്യമുണ്ട്. കാരണം 900-ഓളം എൻസൈമാറ്റിക്കൽ റിയാക്ഷൻ അഥവാ ഉപാപചയ പ്രവർത്തനം നടക്കണമെങ്കിൽ മാഗ്നീഷ്യം സിങ്ക് എന്ന മൂലകം അത്യന്താപേക്ഷിതമാണ്. ഒപ്പം
നിങ്ങൾ 9 മണിക്കൂർ ഉറങ്ങണം. 7 മണിക്ക് ശേഷമുള്ള ഭക്ഷണ രീതി ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നു മിക്കവർക്കും എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. 4 മാനസിക സമ്മർദ്ദം. 5 ഹൃദ്രോഗത്തിൻ്റെ മൂലകാരണങ്ങളിൽ ഒന്നാണ് ശരീരത്തിലെ ബ്ലഡിലെ പ്ലാറ്റ്ലെറ്റുകൾ കുറയൽ. അതിൽ സോഡിയം, പൊട്ടാസ്യം, ഡോപ്പാമൈൻ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോണിനും. ഇതും കൂടി കുറഞ്ഞാൽ കുഴഞ്ഞു വീഴൽ എളുപ്പമായി. ദയവ് ചെയ്ത് ചിട്ടയായി ജീവിക്കുകയും പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുകയും ഇലക്കറികൾ, പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ എന്നിവ ധാരാളം കഴിക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും കൃത്യസമയത്ത് ഉറങ്ങുകയും വെള്ളം ശരീരഭാരത്തിൻ്റെ 0.33 എന്ന അളവിൽ 1 കിലോ ഭാരത്തിന് എന്ന അളവിൽ കുടിക്കുകയും ഒപ്പം ജങ്ക് ഫുഡ്സ് അഥവാ കൃത്രിമ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുകയും വ്യായാമം സ്ഥിരമായി ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഹൃദ്രോഗത്തിൽ നിന്നും ഹാർട്ട് അറ്റാക്കിൽ നിന്നും കുഴഞ്ഞു വീഴൽ മരണത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇത് നീണ്ട ഗവേഷണത്തിലൂടെയാണ് പറയുന്നത്. ഒപ്പം കാർഡിയക് അറസ്റ്റിന് ഒരു ജനിതക കാരണങ്ങൾ കൂടിയുണ്ടെന്ന് കാരണം നമ്മുടെ 23 ജോഡി ക്രോമോസോമുകളെ ഹൃദ്രോഗമുള്ളവർക്ക് അതും ഇംബാലൻസ്ഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ജനിതക രോഗത്തിനുള്ള ഭക്ഷണം എന്ന് പറയുന്ന പോഷകാഹാരമാണ്. നിങ്ങൾ നല്ല പോഷകാഹാരം കഴിക്കുക, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, മനസന്തോഷത്തോടുകൂടെ സമ്മർദ്ദമില്ലാതെ ജീവിക്കുക. അത്യാഗ്രഹം, ലോകം വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം, മതി 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 എന്ന ഗുണമില്ലായ്മയുള്ളവരാണ് ഹെർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നതെന്നാണ് ഞങ്ങളുടെ മനഃശാസ്ത്ര പഠനം. അതൊരു മാനസശാസ്ത്ര ആത്മീയ പഠനമാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത മനുഷ്യൻ, അവന് സ്ട്രോക്കും ഹെർട്ട് ഫെയിലിയറും ഒരു പരിധിവരെ ഉറപ്പാണ്. കാരണം അവൻ വീണ്ടും വാരി കൂട്ടാൻ വേണ്ടി പരക്കം പായുന്നു. അവൻ്റെ ദൈനംദിന ജീവിതം താറുമാറാകുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ചിട്ടയായി പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച്, പ്രകൃതിയിൽ നിന്ന് വിട്ടുപോയതാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. താങ്ക് യു. ഈ ലോക ഹൃദയ ദിനത്തിൽ എല്ലാവരും ഹൃദയത്തെ സംരക്ഷിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. സൗജന്യ കുറികൾക്ക് arogya@gmail.com. നമസ്കാരം. താങ്ക് യു. കോമള ഹൃദ്രോഗമില്ലാതെ ചാവാൻ തീരുമാനിച്ചു. കണ്ടില്ലേ? ഇന്ന് ലോക ഹൃദയ ദിനാണ്. വണ്ടിയും വലി